ഇന്ന് ഓർക്കുക, നിങ്ങളുടെ ആരാധനയ്ക്ക് മറ്റൊരാളുടെ ജീവിതം മാറ്റാൻ കഴിയും. മത്തായി 5:16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനു നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ മറ്റു തടവുകാർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരാധനയുടെ സ്വാധീനം ഒരിക്കലും വ്യക്തിപരമായി മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സ്തുതിയിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്ന നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യമായി മാറുന്നു. ഇതിന് മറ്റുള്ളവരിൽ പ്രത്യാശ പകരാനും അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും അവരെ ദൈവത്തോട് അടുപ്പിക്കാനും കഴിയും. ഒരു വ്യക്തിയുടെ ആരാധനയ്ക്ക് ഒരു കുടുംബത്തെ മുഴുവൻ പരിവർത്തനപ്പെടുത്താൻ കഴിയുമെന്ന് കാരാഗൃത സൂക്ഷിപ്പുകാരന്റെ രക്ഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ആരാധന നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് ഈ ലോകത്തിന് മുന്നിലുള്ള ഒരു സാക്ഷ്യം കൂടിയാണ്. ഒരു മെഴുകുതിരിക്ക് അതിന്റെ ജ്വാല നഷ്ടപ്പെടാതെ തന്നെ മറ്റു പല മെഴുകുതിരികളെയും പ്രകാശിപ്പിക്കാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ആരാധനയ്ക്കും മറ്റുള്ളവരിൽ വിശ്വാസം ജ്വലിപ്പിക്കാനും ഇരുളടഞ്ഞ ഇടങ്ങളിൽ വെളിച്ചം പരത്താനും സാധിക്കും. ചിന്തിക്കുക, എന്റെ ആരാധന ദൈവത്തെ അന്വേഷിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, എന്റെ ആരാധന മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാകട്ടെ. ആളുകളെ അങ്ങയിലേക്ക് അടുപ്പിക്കാൻ എന്റെ ജീവിതത്തെ ഉപയോഗിക്കണമേ. ഈ ലോകത്തിൽ എന്റെ സ്തുതികൾ തിളക്കത്തോടെ പ്രകാശിക്കട്ടെ.